വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ ട്രയൽ റണ്ണുകൾ പൂർത്തിയായി. ദീപാവലിക്ക് മുൻപായി സർവീസ് ആരംഭിക്കുമെന്ന് സൂചന. പാട്നയിൽ നിന്ന് ഡൽഹിയിലേക്കാകും ആദ്യ സർവീസ്. രാജ്യത്തിനുള്ള ദീപാവലി സമ്മാനമായാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ എത്തുക. ഒരു മാസത്തിനുള്ളിൽ ആദ്യ സർവീസ് ആരംഭിക്കുമെന്നാണ് സൂചന. ബീഹാറിലെ പാട്നയിൽ നിന്ന് പ്രയാഗ്രാജ് വഴി ഡൽഹിയിലേക്കാകും ആദ്യ സർവീസ്. 16 കോച്ചുകളുമായി മണിക്കൂറിൽ 180 കിലോമീറ്റർ വേഗതയിലാകും വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ഓടുക. രാജധാനി എക്സ്പ്രസിന്റെ പകുതി സമയം കൊണ്ട് ഇത് സർവീസ് പൂർത്തിയാക്കും. 23 മണിക്കൂറാണ് രാജധാനി എക്സ്പ്രസിന്റെ റണ്ണിംഗ് ടൈം. എന്നാൽ വന്ദേ ഭാരത് ഇത് 11.5 മണിക്കൂർ മതി. രാത്രി 8 മണിക്ക് പാട്നയിൽ നിന്ന് പുറപ്പെടുന്ന രീതിയിലാകും വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസ് ആരംഭിക്കുകയെന്നാണ് സൂചന. പുലർച്ചെ 7:30 ഡൽഹിയിൽ എത്തിച്ചേരും. നിലവിലുള്ള വന്ദേ ഭാരത് പാസഞ്ചർ ട്രെയിനുകളിൽ നിന്ന് വ്യത്യസ്തമായി സ്ലീപ്പറുകൾ രാത്രിയും സർവീസ് നടത്തും. അഹമ്മദാബാദ്, മുംബൈ, ഹൗറ, പൂനെ, സിക്കന്ദരാബാദ് സർവീസുകളും ആദ്യഘട്ടത്തിൽ ആരംഭിക്കും. കേരളത്തിൽ 2ാം ഘട്ടത്തിലാകും സ്ലീപ്പർ ട്രെയിനുകൾ എത്തുക. തിരുവനന്തപുരം, ബംഗളൂരു, തിരുവനന്തപുരം, മംഗളൂരു റൂട്ടുകളാണ് പരിഗണനയിൽ. പൊതുമേഖലാ സ്ഥാപനമായ BEML, ICF സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് കോച്ചുകൾ നിർമ്മിച്ചിരിക്കുന്നത്. AC ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ടയർ, തേർഡ് ടയർ കോച്ചുകൾ ട്രെയിനിൽ ഉണ്ടാകും. റീഡിംഗ് ലൈറ്റ്, ലാപ്ടോപ്പ് ചാർജിംഗ്, പൊതു അനൗൺസ്മെന്റ്, വിഷ്വൽ ഇൻഫോ സിസ്റ്റം, സുരക്ഷാ ക്യാമറകൾ, മോഡലാർ പാൻട്രി, ഭിന്നശേഷി സൗഹൃദ ബർത്തുകൾ, ടോയ്ലറ്റുകൾ എന്നിവയാണ് വന്ദേ ഭാരത് സ്ലീപ്പറിലെ സൗകര്യങ്ങൾ. ഫസ്റ്റ് AC കോച്ചുകളിൽ ചൂടുവെള്ളം വരുന്ന ഷവറുകളുമുണ്ടാകും. രാജധാനിയേക്കാൾ 10 മുതൽ 15% വരെ വന്ദേ ഭാരത് സ്ലീപ്പറുകളിൽ ടിക്കറ്റ് നിരക്ക് കൂടുതലുമായിരിക്കും. ന്യൂസ് ഡെസ്ക്, News 18.